ഇന്ന് വിശേഷങ്ങൾ അനവധിയുണ്ട്. എന്നാൽ നല്ല വാർത്തകൾ പലരും പറയാറുണ്ട്. എന്നാൽ സുവിശേഷം എന്ന് പറയുവാൻ തക്കോണം അത് ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. ആ സുവിശേഷത്തെ കുറിച്ച് ബൈബിൾ ഇപ്രകാരം പറയുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെണീറ്റ് വീണ്ടും വരുന്നവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അത് മാത്രമല്ല, ന്യായം വിധിക്കുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു എന്ന സുവിശേഷമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ തക്കമുള്ളത്. ഈ യേശുക്രിസ്തുവിനെ ഒരുപക്ഷെ നിങ്ങളൊരു മഹാത്മാവായിട്ട് കാണുന്നുണ്ടായിരിക്കാം, വലിയൊരു ഗുരുവായിട്ട് കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു നേതാവായിട്ട് ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ താൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ താൻ ഒരു മഹാത്മാവെന്ന് മാത്രമല്ല, അവൻ പാതയെ ഒരുക്കി തരുന്നതായിരിക്കുന്ന സത്യവചനത്തെ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്ന ഒരു ഗുരുവായിരുന്നു, ഒരു മഹാത്മാവായിരുന്നു, അവൻ ദൈവമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. കാരണം എന്ത്? ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ കൊണ്ട് ലജ്ജയില്ലാത്ത പൗലോസ്, ശൗൽ എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന അന്ന് ശൗൽ എന്ന് അറിയപ്പെടുന്ന പൗലോസ്, ക്രിസ്ത്യാനികളെ ഒടുക്കുവാൻ കൊണ്ട് എനിക്ക് യാതൊരു ലജ്ജയും ഇല്ലായിരുന്നു. റോമാ ഗവൺമെന്റിന്റെ അധികാരപത്രവുമായിട്ട് അനേക ക്രിസ്ത്യാനികളെ ഒടുക്കുവാൻ കൊണ്ട് തയ്യാറായി അനേക നീചകൃത്യങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന ശൗൽ പൗലോസ് ആയതിനു ശേഷം പറയുകയാണ്: എനിക്ക് ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരുപക്ഷെ പറഞ്ഞു കാണും, ഒരു നിന്ദനായിരിക്കുന്ന ഒരു സ്വരം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും, ഒരു പരിഹാസത്തിൻ്റെതായിരിക്കുന്ന ഒരു ചുവ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വന്നിരിക്കും. ഇത് എന്തിനു വേണം? ഈ സുവിശേഷമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ നിൽക്കുന്ന കാരണം എന്താണ്? അതേ പ്രിയരെ, തീവ്രവാദത്തിൽ ഏറ്റവും ഉന്നതനായിരുന്ന പൗലോസ് പറയുന്നത്: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. തനിക്കറിയാമോ, താൻ മതപണ്ഡിതനുള്ളവനായിരുന്നു, മഹാസമ്പന്നനായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ ഗുണം ഇത്ര തീവ്രവാദത്തോടുകൂടി മുമ്പോട്ട് നടന്നതായിരിക്കുന്ന പൗലോസിന് പറയാനുള്ളത്: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ സുവിശേഷത്തെ കുറിച്ച് നിങ്ങൾക്ക് ലജ്ജയാണോ? ഈ സുവിശേഷം പറയുവാൻ നിങ്ങൾക്ക് ലജ്ജയാണോ? ഈ സുവിശേഷം പറയുന്നത് നിങ്ങൾക്ക് ലജ്ജയാണോ? അത്രമാത്രമല്ല, ഈ സുവിശേഷം പറയുന്നവർക്കെതിരെ നിങ്ങൾ ആക്രോശിക്കുവാൻ തയ്യാറാണോ? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. കാരണം എന്തെന്നറിയാമോ? അവിടെ തന്നെ താൻ പറയുന്നുണ്ട്, ഇത് ദൈവശക്തിയാണ്. പ്രിയരെ, അനേക ശക്തി തനിക്ക് അതേ ഉണ്ടായിരുന്നു, അനേക വീരപ്രവർത്തികൾ താൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ താൻ പറയുകയാണ്: ഞാൻ ഒന്നുമില്ലാത്തവരായിരിക്കുന്നു, എന്നാൽ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട്, അത് ദൈവശക്തിയാണ്. ആ ദൈവശക്തി തനിക്ക് അനുഭവിപ്പാൻ ഇടയായതുകൊണ്ട് താൻ പറയാണ്: ഏത് സാഹചര്യത്തിലാണെങ്കിൽ തന്നെ എവിടെയും ഞാൻ കടന്നുപോയിട്ട് ഈ സുവിശേഷം ഞാൻ അറിയിക്കും. ഈ